എന്താണ് റെക്കോർഡിങ് അന്നത്തെയും ഇന്നത്തെയും തമ്മിലുള്ള ചേട്ടൻ ഒരു ഡിഫറൻസ് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ചേട്ടൻ പണ്ട് കാലത്തും റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ നിന്നിട്ടുണ്ട്, ഇപ്പോൾ ഇപ്പോഴും ചെയ്യുമ്പോഴുമുള്ള ഒരു പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഓർക്കസ്ട്രക്കാരും പല കഴിവുള്ള ഭയങ്കര കഴിവുള്ള ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ നിന്ന് വായിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഞാൻ മദ്രാസിൽ ചെന്നകളല്ല, അപ്പോൾ നമുക്ക് ലിമിറ്റഡ് അറിവുകൾ. പക്ഷെ ഇങ്ങനെയുള്ള കുറേ പേരൊക്കെ കാണാൻ പറ്റി അവിടെ ചെന്നപ്പോൾ, പഠിക്കാനും പറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് പണ്ടുപോലെ ഇങ്ങനെ ഈ ഓരോരുത്തരുടെ കണ്ടുള്ള പഠിത്തമാണ്. അപ്പം അങ്ങനെ കുറേ അവിടെ ചെന്നപ്പോൾ അങ്ങനെ കുറേ ചാൻസ് കിട്ടി ഇങ്ങനെ. പിന്നെ നമ്മുടെ വിദ്യാസാഗറൊക്കെ അവിടെ കണ്ടക്ട് ചെയ്യാൻ വരുമായിരുന്നു, ഈ മ്യൂസിക് ഡയറക്ടർ. പിന്നെ ആരാണ് വെങ്കടേഷ് മ്യൂസിക് ഡയറക്ടറില്ലേ മലയാളത്തിലേക്ക്, പുള്ളിയൊക്കെ ഈ ശ്യാം സാറിനാണ് കണ്ടക്ട് ചെയ്യാൻ വന്നിരുന്ന ആൾക്കാരായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ മ്യൂസിക് ഡയറക്ടർമാരൊക്കെ ആയിട്ട് ഫേമസ് ആയത്. പിന്നെ രാജാമണി, അങ്ങനെ ജോൺസൻ്റെ ഒക്കെ പോകുമ്പോൾ രാജാമണി ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്.